വാല്യൂ സ്റ്റൈലാണ്. അതിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് തിങ്കേഴ്സ്, മറ്റൊന്ന് ഫീലേഴ്സ്. തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അവർക്ക് കുറച്ച് തിങ്ക് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ അനീഷയോട് ഇവിടുന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ചോ, അപ്പോൾ 2 ഓപ്ഷനാണ് അനീഷയ്ക്ക് ഉണ്ടാവുക. ഒന്ന്, അനീഷ ചേട്ടാ ഇയാൾക്ക് ഇത് എന്ത് പറ്റി, ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇയാൾ പെട്ടെന്ന് എന്താ ഈ ചൂടാവുന്നേ, തിങ്ക് ചെയ്യുവാണ് അവിടെ. വേറൊരു ഓപ്ഷൻ അനീഷയ്ക്കുള്ളത്, അയ്യോ എന്നോട് എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാനൊരു പാവം, ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനെ. അപ്പം അത് ഫീൽ ചെയ്യുവാണ്. ഏതൊരു ഇൻസിഡൻറ്റിനോടും അനീഷയ്ക്ക് തിങ്കിങ്ങും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫീലിങ്ങും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ചില ആളുകൾ എന്ത് ചെയ്യുമ്പോഴും അവരത് തിങ്ക് ചെയ്യുക, ഫീൽ ചെയ്യില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഗാരി ചാപ്മൻ എന്ന ദാമ്പത്യശാസ്ത്ര വിചക്ഷണൻ പറഞ്ഞൊരു സ്റ്റോറിയാണ്. ഒരു ഭാര്യ ജോലിക്ക് പോയി തുടങ്ങി, 2 പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അവൾ ജോലിക്ക് കയറി. ജോലി സ്ഥലത്ത് വെച്ച് ചെറിയ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് വൈകുന്നേരം വന്നിരുന്നു സോഫയിലിരുന്നിട്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭർത്താവ് ഓക്കെ എല്ലാം കേട്ടിട്ട്, ഒരു കാര്യം ചെയ്യുമ്പോളെ, നീ നാളെ മുതൽ പോകുമ്പോൾ അവനോട് സംസാരിക്കാൻ പോകണ്ട, ഇവനെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ജാട ഇട്ടിട്ട് നിന്നു, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഇവൾക്ക് ഉപദേശം കൊടുക്കും. പിറ്റേ ദിവസം അവൾ വന്നിട്ട് ഓഫീസിൽ ഓരോ പ്രശ്നം പറയും, അപ്പോൾ ഇയാൾ ഓരോ സൊല്യൂഷൻ കൊടുക്കും. പിറ്റേ ദിവസം വന്നിട്ട് ഓഫീസിൽ ഓരോ പ്രശ്നം പറയും. അപ്പോൾ ഇയാൾ അങ്ങോട്ട് ചൂടായി, നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്, നിന്നോട് ഞാൻ എന്തൊക്കെ സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ട് നീ ഏതെങ്കിലും ഒരെണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെയും വന്ന് പ്രശ്നം പറയാൻ മാത്രമല്ലേ നിനക്കറിയുള്ളൂ, അല്ലാതെ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ അവിടെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഇങ്ങനെ ആ ബഹളം ഉണ്ടാക്കിയ ദിവസമാണ് ഈ ഗാരി ചാപ്മൻ്റെ അടുത്ത് അവർ കപ്പിൾ കൗൺസിലിങ്ങിന് എത്തുന്നത്. അപ്പോൾ ഗാരി ചാപ്മൻ ഇത് മുഴുവൻ സ്റ്റഡി ചെയ്ത ശേഷം ഇദ്ദേഹത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഹലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു സൊല്യൂഷനും ആവശ്യമേ ഇല്ലായിരുന്നു. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്ത് ഒരു ലൈഫ് പാർട്ട്ണറായിട്ടാണ് സംസാരിക്കാൻ വരുന്നത്, നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു ലൈഫ് കോച്ചായിട്ടാണ് പക്ഷേ പെരുമാറുന്നത്.